ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റും വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടെയാണ്. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് ഒരു 1.25 കപ്പോളം ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുക്കുന്ന ഗോതമ്പ് പൊടി ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണൊക്കെ ഏത് ഗോതമ്പ് പൊടിയാണെങ്കിലും ഇത് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 കപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 കപ്പ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ അതാ ഗോതമ്പ് പൊടിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഉപ്പ് ഈ ഒരു പൊടിയുടെ എല്ലാ വശത്തും എത്താൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കര കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം തന്നെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ശർക്കര ഇതിലേക്ക് ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ 1.25 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ശർക്കരപ്പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അഴുക്കുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ ഇതുപോലെ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 1.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെനിക്ക് കറക്റ്റ് അളവായിരുന്നു. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറവാണ് വെള്ളം തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഒരുവിധം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണ്ട നമുക്കിത് കിട്ടാൻ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് കളർ മാറി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് റോസ്റ്റായാൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് വരുമല്ലോ, നല്ല കളറൊക്കെ മാറിയിട്ട് അതുപോലെ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഒരു വെള്ളപ്പറ്റൊക്കെ മാറുന്നവരെ മാത്രം കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് പോകുമൊന്നും വേണ്ട കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്കാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തേങ്ങ ചെരുവേതൊക്കെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഏലക്കപ്പൊടി ഇഷ്ടമില്ലാത്തവനാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ അത് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിന്. ഇപ്പോൾ അതാ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത് നല്ല കട്ടിയിലാണ്. അതായത് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മളിത് വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അടി പിടിക്കില്ല. ഇനി ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിൽ നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കുക കേട്ടോ ഇതൊക്കെ തയ്യാറാക്കാൻ.
അപ്പോൾ ചെറിയ രീതിയിൽ ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ ഇത് കുറുകി വന്ന് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലേക്ക് ആയി കിട്ടണം. ഏകദേശം 3 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി 1 മിനിറ്റും കൂടെ നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഹലുവയൊക്കെ തയ്യാറാക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ. എന്നാൽ ഹലുവയൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യൊക്കെ ഒരുപാട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആകെ 1-2 ടീസ്പൂണൊക്കെ നെയ്യ് മാത്രം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവിൻ്റെ ശേഷം വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു നല്ല ചൂടോടുകൂടെ തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് മുകൾ വശമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പാത്രം കുറച്ച് വലിയൊരു പാത്രമാണ്. അപ്പോൾ അതിൽ മുഴുവനായിട്ട് ഞാൻ പരത്തി കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് മാത്രമാണ് പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ലെവൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആ സ്പാച്ചിലയിൽ ചെറുതായിട്ടൊന്ന് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ടും കവർ ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടില്ല. അതിന് സെൻറ്റർ വശത്ത് മാത്രം കേട്ടോ ഒന്ന് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 മണിക്കൂറോളം തന്നെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ തണുത്ത് വന്നാൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി ഇത് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യുക, അതല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. കൈകൊണ്ട് തന്നെ ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. നല്ല ജെല്ലി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് കുറഞ്ഞ ചേരുവ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് മുകൾ വശത്തോ അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം ഇതുപോലെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചൂടിലൊന്നും ഇത് കട്ട് ചെയ്യരുത്. നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നാലേ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കും, അതുപോലെ തന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ. നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ഇത് കിട്ടും, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. ചെറിയ രീതിയിലൊക്കെ തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം. അപ്പോൾ ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലൊരുപാട് ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പോ അല്ലെങ്കിൽ 2 കപ്പൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.